ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരു FC-യോട് ചെന്നൈയിൻ FC പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ചെന്നൈ പരാജയപ്പെട്ടത്. ഈ മത്സരത്തിന് ശേഷം ചെന്നൈയുടെ പരിശീലകനായ ഓവൻ കോയലും അതുപോലെ തന്നെ ബംഗളൂരു FC-യുടെ പരിശീലകനായ സർഗോസയും തമ്മിൽ ചെറിയ ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും രൂക്ഷമായ രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഓവൻ കോയൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയായിരുന്നു. ഈ തോൽവിയോടുകൂടി ചെന്നൈ ISL-ൽ നിന്നും പുറത്തായിട്ടുണ്ട്, പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. ഇനി പ്ലേ ഓഫ് സാധ്യതകൾ അവർക്കില്ല. ഏതായാലും ചെന്നൈയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ചെന്നൈ ക്യാമ്പിനകത്ത് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. കേൽനൗ റിപ്പോർട്ടറായ ആശിഷ് നേഗിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആശിഷ് നേഗി പറഞ്ഞ കാര്യങ്ങളിലെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഡ്രസ്സിംഗ് റൂമിനകത്ത് വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ചെന്നൈയിൻ FC-യിൽ ഉള്ളത്. പല താരങ്ങൾക്കും ടീമിനോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല. അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോൾ ടീമിനകത്ത് ചെലുത്തുന്നത്. ഇനി സൈനിങ്ങുകളുടെ കാര്യത്തിൽ മാനേജ്മെന്റ് ആരാധകരെ വിഡ്ഢികളാക്കുന്നു എന്നാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ഫീൽ ചെയ്യുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സീനിയർ താരങ്ങളും പുതിയ താരങ്ങളും തമ്മിൽ ക്ലബിനകത്ത് യോജിപ്പില്ല. ചില അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കോണർ ഷീൽഡ്സിന്റെ പേര് ആശിഷ് നേഗി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിടി പ്രശ്നങ്ങൾ ചെന്നൈ ടീമിനകത്ത് നടക്കുന്നുണ്ട്, ക്യാമ്പിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ചെന്നൈക്ക് ഒരു വലിയ മാറ്റം ഇപ്പോൾ ആവശ്യമാണ്. ആരാധകർ ക്ലബിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. പരിശീലകനായ ഓവൻ കോയലിനെ പുറത്താക്കണം, ഇനി അദ്ദേഹത്തിന് അവസരം നൽകേണ്ടതില്ല എന്ന ആവശ്യങ്ങൾ പോലും ആരാധകർക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. ചെന്നൈയുടെ മാനേജ്മെന്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അവരുടെ ആരാധകർ നടത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.